to my channel. പാസ്തയ്ക്ക് പല ടൈപ്പ് സോസുകളുണ്ട്. അതിൽ മിക്കവാറും സോസുകളിൽ നമ്മൾ ഒരുതരം ടൊമാറ്റോ പ്യൂറേ ചേർക്കാറുണ്ട്. ആ ടൊമാറ്റോ പ്യൂറേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു സവോള, ഒരു വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ വെജിറ്റബിൾ ഓയിൽ. വൃത്തിയായി കഴുകി ഉണക്കിയെടുത്ത 1-2 കുപ്പികൾ. ഈ കുപ്പിയിൽ എയർ ടൈറ്റ് ആക്കി സീൽ ചെയ്ത് ഈ പ്യൂറേ കുറച്ച് നാൾ എങ്ങനെ സൂക്ഷിക്കാമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരുന്നതാണ്. സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉള്ളി ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തു. വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ടൊമാറ്റോ ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇച്ചിരി വലിയ കഷ്ണങ്ങളാണ്. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ് മിക്സിക്കകത്ത്. അത് തൊലിയൊന്നും നമുക്കിവിടെ മാറ്റേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കിയെടുക്കണം. അതിനകത്ത് എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി. പിന്നെ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ പാസ്തയ്ക്കൊക്കെ സാധാരണ ഒലീവ് ഓയിൽ വെച്ചുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കയ്യിലുള്ളതനുസരിച്ച് അത് യൂസ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കണ്ട. ഈ ഒരു പരുവത്തിൽ ഇത് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടത് കുറച്ച് കുരുമുളകാണ്. ഞാൻ ഏതാണ്ട് 1 ടീസ്പൂണോളം കുരുമുളക് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം വേവിച്ചെടുക്കണം. ഇത് ചുവട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് 10 മിനിറ്റോളം ഞാനിത് വേവിച്ചു. ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കളറിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ബെൽ പെപ്പറിൻ്റെ പൗഡർ ചേർക്കുകയാണ്. 1 ടീസ്പൂണോളം ബെൽ പെപ്പറാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ നല്ല കളറാണ്. ഇതിന് അത്രയും കളറൊന്നും കിട്ടത്തില്ല. എങ്കിലും നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ പ്യൂറേയാണ്. നിങ്ങൾക്ക് കാണാം ഇത് നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനി ഞാൻ ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് ഇട്ടേക്കുവാണ്. ഇത് നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞിട്ട് ഞാനൊരു മിക്സിക്കകത്ത് നല്ലതുപോലെ അരച്ചെടുക്കും. ഞാനിതിപ്പോൾ ഒരു മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാനിതിട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ തിളപ്പിച്ച് എടുക്കുകയാണ്. ഇത് ബേസിക് ആയിട്ടുള്ളൊരു സോസാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കി സൂക്ഷിച്ച് വെച്ച ശേഷം ഞാനിത് ആവശ്യാനുസരണം പിന്നീട് യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്തോട്ട് ഓരോ ടൈപ്പ് ഇലകളൊക്കെ ചേർത്ത് ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കും. എരിവ് ആവശ്യമുള്ളവർക്ക് പിന്നീട് ഈ സോസിനകത്തോട്ട് നമുക്ക് ആവശ്യാനുസരണം എരിവും ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ കുപ്പിയിലോട്ട് മാറ്റിയെടുക്കണം. ഉടനെ തന്നെ ഞാനിത് കുപ്പിയിലേക്ക് മാറ്റിയെടുത്തു. ഇനി ഇത് നല്ലതുപോലെ അടച്ച് കൊടുക്കണം. നല്ല മുറുക്കി നല്ല ടൈറ്റാക്കി അടച്ച് കൊടുക്കണം. ഇതിന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കമത്തി വെക്കുവാണ് ഞാൻ. ഇത് കമത്തി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ടീരിയ എല്ലാം അതിനകത്തുനിന്ന് ചത്തുപോകും. അത് കഴിഞ്ഞിട്ട് 3 മിനിറ്റോളം നമുക്കിങ്ങനെ വെക്കണം. ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ ഇതിനെ നേരെയാക്കി വെച്ചു. ഇതിനകത്ത് ഇപ്പോൾ ഉള്ള അഴുക്ക് ബാക്ടീരിയ ഒക്കെ ഇതിനകത്തുനിന്ന് ചത്തുപോയിട്ടുണ്ട്. ഇതിന് കുറച്ച് നാളത്തേക്ക് നമുക്കിങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. ഞാൻ 2-3 ആഴ്ചയൊക്കെ ഇതിങ്ങനെ പുറത്ത് വെച്ച് സൂക്ഷിക്കാറുണ്ട്. ഇത് നല്ലൊരു കൂളായിട്ടുള്ള ഒരു ഡാർക്ക് പ്ലേസിൽ വെക്കണമെന്ന് മാത്രം. ഇത് ഞാൻ 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്.
ഇത് നല്ലപോലെ സീൽ ചെയ്ത് വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഇച്ചിരി ഇരുട്ടുള്ള ഭാഗത്താണ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഇത് കേടാകാതിരിക്കും. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് തുറന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ സീൽഡ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഇത് നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. പൂപ്പിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് പുറത്തായിരുന്നു 2 ആഴ്ചയായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് കുറച്ചേറെ നാളിരുന്നോളൂ. ഇത് നമുക്ക് ഒരു സിമ്പിൾ പാസ്തയുടെ സോസായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ ഒക്കെ ഇട്ട് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടൊമാറ്റോ പ്യൂറ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളിവിടെ കണ്ടു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.